സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനായി മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി ഇന്ന് പാണക്കാട്ട് ചേരുകയാണ്. വിശദാംശങ്ങളുമായി സാജിദ ജുമലുണ്ട്. സാജിദ, ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടികയാകുമോ പ്രഖ്യാപനം എന്നുണ്ടാകും? അഷ്റഫ്, മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം ഏറെക്കുറെ പുരോഗമിച്ചു എന്ന് തന്നെ പറയാം. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് UDF-ൽ നിന്ന് ഇനി അധിക സീറ്റ് ലഭിച്ചാൽ അവിടെ എന്ത് പ്രഖ്യാപനം എന്നത് മാത്രമായിരിക്കും ഇനി ബാക്കിയുള്ളത്. മുസ്ലിം ലീഗിന്റെ ഒരു മണ്ഡലത്തിൽ തന്നെ 3ഉം 4ഉം സ്ഥാനാർത്ഥികളെയായിരുന്നു സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒരു ചുരുക്ക പട്ടികയായിട്ടുണ്ട്. ഇത് ഇന്ന് പ്രഖ്യാപിക്കേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും സ്ഥാനാർത്ഥികളുടെ കാര്യം ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുക. എന്തായാലും യൂത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗിന് വലിയ പ്രതിഷേധമുണ്ട്. ഇതും ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ വന്നു. PK ഫിറോസിന് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗിൽ വലിയ പ്രതിഷേധമാണുള്ളത്. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് അഖിലേന്ത്യാ കൺവീനർക്ക് സീറ്റ് നൽകുന്നതിന് ശക്തമായിട്ടാണ് യൂത്ത് ലീഗ് എതിർത്തിരുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2:30 അവർ യോഗവും ചേരുന്നുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ പട്ടികയായി കഴിഞ്ഞു. റൈറ്റ് സാജിദ, മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം പാണക്കാട് ചേരുകയാണ്. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും. അതിൽ സ്ഥാനാർത്ഥികൾ ആരെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.